സ്ഥാനമൊഴിയുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് യാത്രയയപ്പ് നൽകേണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. സർക്കാരുമായുള്ള ഭിന്നത കണക്കിലെടുത്താണ് ഈ യാത്രയയപ്പം വേണ്ടെന്ന് വെച്ചത്. യാത്രയയപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അതേ ആരിഫ് മുഹമ്മദ് ഖാനെ ഇവർക്കൊക്കെ ഒരുപാട് പ്രശംസിക്കേണ്ടി വന്നേനെ. പ്രത്യേകിച്ച് യാത്രയയപ്പ് വേളയിൽ ചീത്ത കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഒരു യാത്രയയപ്പ് വേളയിൽ നടന്ന സംഭവത്തിൻ്റെ അലയൊലികൾ ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്കറിയാം ADMൻ്റെ മരണം. മുൻ ഗവർണർ പി സദാശിവത്തിന് സർക്കാർ ഊഷ്മളമായ ഒരു യാത്രയയപ്പ് നൽകിയത് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർമ്മിക്കുക. ശ്രീജിത്ത് വിവരങ്ങളുമായി നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. അങ്ങനെ അവസാനം സർക്കാരിൻ്റെ തീരുമാനം വന്നു, ആരിഫ് മുഹമ്മദ് ഖാനെ യാത്ര അയക്കേണ്ട. SKN ഗുഡ് മോർണിംഗ്. ബീഹാർ ഗവർണറായി പോകുന്ന ആരിഫ് മുഹമ്മദ് ഖാന് യാത്രയയപ്പ് നൽകേണ്ട ഇരുന്നത് സർക്കാരിൻ്റെ ഒരു തീരുമാനം തന്നെയാണ്. കാരണം ഈ സർക്കാരുമായി ഏറെ ഇടയുകയും ഒപ്പം തന്നെ ധനമന്ത്രിയുടെ മേലുള്ള തൻ്റെ പ്രീതി നഷ്ടപ്പെട്ടുവെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവിനെ നിശ്ചിതമായി വിമർശിക്കുകയും മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ ആക്രമണം നടത്തുകയും ചെയ്ത ഗവർണർക്ക് അത്തരത്തിലൊരു യാത്രയയപ്പ് നൽകേണ്ടതിൽ അദ്ദേഹം അർഹിക്കുന്നില്ല എന്നൊരു കാഴ്ചപ്പാടിലും വിലയിരുത്തലുമാണ് സംസ്ഥാന സർക്കാർ ഉള്ളത്. അതുകൊണ്ടാണ് സ്ഥാനമൊഴിയുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് യാത്രയയപ്പ് നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. എന്നാൽ സർക്കാരിൻ്റെ മുൻകാല നടപടികൾ ഇതായിരുന്നില്ല. ജസ്റ്റിസ് പി സദാശിവൻ കേരള ഗവർണറായിരിക്കുമ്പോഴും സർക്കാരുമായി ചില വിഷയങ്ങളിൽ ഭിന്നതയുണ്ടായിരുന്നു. സർക്കാരിൻ്റെ ഓർഡിനൻസുകളടക്കം തിരിച്ചയക്കുന്ന കാര്യങ്ങളിൽ തർക്കങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ജസ്റ്റിസ് പി സദാശിവം കേരളത്തിൽ നിന്ന് ഗവർണർ കാലാവധി കഴിഞ്ഞ് പോകുമ്പോൾ അദ്ദേഹത്തിന് ഊഷ്മളമായ യാത്രയയപ്പ് നൽകിയിരുന്നു. രാജ്ഭവനിലെ യാത്രയയപ്പിന് പുറമെ തിരുവനന്തപുരം മാസ്കർ ഹോട്ടലിൽ വെച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന് അദ്ദേഹത്തിനൊരു വിരുന്ന് നൽകി. അത് കഴിഞ്ഞ് അദ്ദേഹം ചെന്നൈയിലേക്ക് പോകുമ്പോൾ വിമാനത്താവളം വരെ എത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ ജസ്റ്റിസ് പി സദാശിവത്തെ യാത്ര അയച്ചു എന്നതും ചരിത്രമാണ്. എന്നാൽ ഇത്തരം ഒരു പരിഗണനയും ലഭിക്കാതെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ നിന്ന് യാത്രയാവുന്നത്. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് തിരുവനന്തപുരത്തുള്ള വിമാനത്തിൽ അദ്ദേഹം കൊച്ചിയിലേക്ക് പോകും. കൊച്ചിയിൽ നിന്നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിൽ ഗവർണറായി സ്ഥാനമേൽക്കാൻ പോകുന്നത്. ഓക്കെ, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇത്ര കാലവും സംസ്ഥാന സർക്കാരിനോട് പോരടിക്കാൻ താല്പര്യം കാണിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ഔദ്യോഗികമായി യാത്രയയപ്പ് നൽകേണ്ടെന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചുവെന്നാണ് ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്.